ഇന്ന് ഈ അമ്പലൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സത്യവചനത്തെ അറിയിക്കുവാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത ഈ വലിയ ഭാഗ്യത്തിനായി ഞാൻ നന്ദി പറയുകയാണ്. ഇതിനായിട്ട് അന്വേഷണം ദൈവം ഇടയാക്കി ഈ സന്ദർഭത്തിലും നന്ദി പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, കാലമേക്കും ചുരുങ്ങിയിരിക്കുന്നു. നാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആ പാദത്തിൽ മുതലാണെങ്കിൽ വരാൻ പോകുന്ന സകല ദുരിതങ്ങളിൽ നിന്നും ദൈവം നമ്മളെ കാക്കുവാൻ ശക്തനായ ഒരു ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഗാനത്തോടുകൂടെ ആരംഭിക്കുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും ഈ പ്രദേശത്തുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗരാജ്യം സ്വന്തമാക്കാൻ വീണ്ടും ഒരുവൻ ജനിച്ചിടേണം. വചനമാകും ജലത്തിനാലും പാവനാത്മൻ റൂഹയാലും സ്വർഗരാജ്യം സ്വന്തമാക്കാൻ വീണ്ടും ഒരുവൻ ജനിച്ചിടേണം. വചനമാകും ജലത്തിനാലും പാവനാത്മൻ റൂഹയാലും ദൈവവചനം ശ്രവിച്ചിടേണം. പാപബോധം ഉദിച്ചിടേണം. ദൈവവചനം ശ്രവിച്ചിടേണം. പാപബോധം ഉദിച്ചിടേണം. മാനസാന്തരമാർന്നിടേണം. പാപമെല്ലാം വെടിഞ്ഞിടേണം. മാനസാന്തരമാർന്നിടേണം. പാപമെല്ലാം വെടിഞ്ഞിടേണം. യേശുവിൻ നവസൃഷ്ടിയാകാൻ നിറയണം പരിശുദ്ധാത്മാവാൽ. യേശുവിൻ നവസൃഷ്ടിയാകാൻ നിറയണം പരിശുദ്ധാത്മാവാൽ. പാവനാത്മാസ്നാനമേറ്റാൽ സാക്ഷ്യമേകാൻ പ്രാപ്തരാകും. പാവനാത്മാസ്നാനമേറ്റാൽ സാക്ഷ്യമേകാൻ പ്രാപ്തരാകും. സ്വർഗരാജ്യം സ്വന്തമാക്കാൻ വീണ്ടും ഒരുവൻ ജനിച്ചിടേണം. വചനമാകും ജലത്തിനാലും പാവനാത്മൻ റൂഹയാലും. ഞങ്ങളെ അടുത്ത മകനുമായി തുടർന്ന് യുദ്ധമാറ്റയുടെ ശബ്ദബന്ധിയിലേക്ക് നിങ്ങൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ ഞങ്ങൾക്ക് ഈ ദേശത്തോട് ഒരു സന്തോഷமான പറയാനുണ്ട്. ലോകം ഏതോ ഒരു യാത്രയിലാണ്. ഈ യാത്ര ഇവിടെ അവസാനിക്കുമെന്ന് നമ്മെ കൊണ്ട് പറഞ്ഞു കൊടുക്കുവാൻ സാധ്യമല്ലാതിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ 33 വർഷം ജീവിച്ച 2 മഹത് വ്യക്തികളെ ഞങ്ങൾ ഈ ദേശത്ത് പരിചയപ്പെടുത്തുകയും അതിൽ ഒരു പ്രധാന വ്യക്തിയെ ഉയർത്തിപ്പിടിക്കുവാനുമാണ് ഞങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിരിക്കുന്നത്. സ്നേഹിത, ഈ 2 വ്യക്തികളിൽ ഒരുവൻ ചരിത്രം വിളിച്ചു പറയുന്ന മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയാണ്. ഈ ഭൂമിയിൽ 33 വയസ്സ് മാത്രമാണ് തന്റെ ജീവിതം ഉണ്ടായിരുന്നത്. ഈ ശക്തനായ ചക്രവർത്തി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിൽ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഹേ മഹാസമുദ്രമേ, നീയും കരയായിരുന്നുവെങ്കിൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന പടവാൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സമുദ്രത്തെയും ഞാൻ കീഴടക്കുമായിരുന്നു. തന്റെ സ്വന്തം സമുദ്ര തീരത്ത് അലയടിച്ചുകൊണ്ടിരുന്നു. കാറ്റുകൾ ആ ശബ്ദത്തെ ഏതോ ദിശയിലേക്ക് അങ്ങ് ദൂരെ കൊണ്ടുപോയി ചരിത്രയാത്ര മുന്നോട്ട് നീക്കി. സമയം അധികം മുന്നോട്ട് നീങ്ങിയില്ല. ഒരു ചെറിയ പനി അലക്സാണ്ടർ ചക്രവർത്തിക്ക് വന്നു തുടങ്ങി. ചികിത്സിക്കാൻ പണമുണ്ട്. ചക്രവർത്തിക്ക് സ്വന്തമായി പരിശോധിക്കാൻ വൈദ്യന്മാരുണ്ട്. അന്നത്തെ നൂതന സാങ്കേതിക വിദ്യ മുഴുവൻ
സയൻസിന്റെ എല്ലാ കഴിവുകളും ചക്രവർത്തിയുടെ ജീവനെ തിരിച്ചു കിട്ടുവാൻ വേണ്ടി വൈകുമ്പോൾ രാവും പകലും അഹോരാത്രം അധ്വാനിച്ചു. എന്നാൽ ചക്രവർത്തിക്ക് മനസ്സിലായി, ഇവരെ കൊണ്ട് എന്നെ ജീവിപ്പിക്കുവാൻ സാധ്യമല്ല. ഞാൻ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി അന്നത്തെ പ്രമുഖരെ അടുക്കൽ വിളിച്ചുകൊണ്ട് 3 ശക്തമായ കൽപ്പനകൾ രാജ്യത്തോടായി ചക്രവർത്തി വിളിച്ചു പറഞ്ഞു. അറിയൊന്നും ഇങ്ങനെയാണ്: ഞാൻ മരിക്കുവാൻ പോവുകയാണ്. ഞാൻ മരിച്ചാൽ എന്റെ ഡെഡ് ബോഡി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകണം. എന്താ തിരുമേനി എങ്ങനെ പറയുന്നത്? അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു: എന്റെ ഡെഡ് ബോഡി ഇവിടെ നിന്ന് ഉദ്ധാരത്തിൽ നിന്ന് അരളിമണ്ണിലേക്കുള്ള യാത്ര നീങ്ങുമ്പോൾ എന്നെ ചികിത്സിച്ച വൈദ്യന്മാർ, ആ കഴിവും പ്രാപ്തിയും തെളിയിച്ച ഡോക്ടേഴ്സ് എന്റെ ശവമഞ്ചം ചുമക്കുവാൻ ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു. തിരുമേനി, ഞാൻ അങ്ങനെ ചെയ്യാം. തിരുമേനി പറയാൻ കാരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു: നിങ്ങൾക്കറിയാമോ, എന്നെ ചികിത്സിച്ച വൈദ്യന്മാർക്കൊന്നും എന്റെ ജീവനെ ഒന്ന് നീട്ടുവാനോ എന്റെ ജീവനെ ഒന്ന് കുറയ്ക്കുവാനോ ഈ മരണത്തെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുവാനോ ആയിരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് എന്നെ കൊണ്ടുപോകുവാനോ സത്യമല്ല എന്ന് ലോകമറിയട്ടെ, ലോകമറിയട്ടെ. ചുമക്കേണ്ടവർ എന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സ് മാത്രം. അടുത്തതായി എന്തിനും ആ തിരുമേനി, ആ മഹാരാജാവ് ചക്രവർത്തി ഇങ്ങനെ പറഞ്ഞു: ഞാൻ ധനികനാണ്, ഞാൻ ധനികനാണ്. അതുകൊണ്ട് ഞാൻ സമ്പാദിച്ച പണം, ഞാൻ വിലയേറിയ രക്തങ്ങൾ, വജ്രക്കല്ലുകൾ, മുത്തുമാലകൾ പലതും പല രാജ്യത്തിൽ നിന്ന് ഞാൻ വെട്ടിപ്പിടിച്ച് കൊള്ളവനായി എന്റെ ഖജനാവിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഈ പണമൊന്നും ഇനി എനിക്ക് ഉപയോഗപ്രദമല്ല. അതുകൊണ്ട് എന്നെ അടക്കം ചെയ്യുന്ന മണ്ണിൽ ആ 6 അടി മണ്ണിന്റെ അടിയായി എന്റെ പണമെല്ലാം അവിടെ വിതറിക്കൂട്ടണം. അതവിടെ വിതറിക്കൂട്ടിയതിനു ശേഷം എന്റെ ഡെഡ് ബോഡി അതിലേക്ക് വെക്കണം. ലോകമറിയട്ടെ, പണം കൊണ്ടും പ്രതാപം കൊണ്ടും മനുഷ്യരൊന്നും കൊണ്ടുവന്ന് നേടുവാൻ സാധ്യമല്ല. മരണത്തിനപ്പുറം ഈ പണം മുന്നോട്ട് നീങ്ങുന്നതല്ല. മരണത്തോടുകൂടി ഈ സമ്പാദ്യം നശിക്കുമെന്ന് ലോകമറിയട്ടെ. മൂന്നാമതായി ചക്രവർത്തി പറയുകയാണ്: തിരുവീതിയിൽ കൂടെ വേണം എന്റെ ശവമഞ്ചം മുന്നോട്ട് നീക്കുവാൻ. ആ ഡോക്ടേഴ്സ് ആ മഞ്ചം മുന്നോട്ട് നീക്കുമ്പോൾ പവിഴമുത്തുകളും സ്വർണ്ണമാലകളും വിലയേറിയ രക്തം പവിഴമുകളുമെല്ലാമായി അവർ മുന്നിൽ നടക്കുമ്പോൾ അല്പം കഴിഞ്ഞ് ഈ മണ്ണിലേക്ക് ഡെഡ് ബോഡി വയ്ക്കും. അതിനു മുന്നേ എന്റെ ശവമഞ്ചത്തിന് ഇടതുഭാഗത്തും വലതുഭാഗത്തും 2 ദ്വാരങ്ങൾ വേണം. എന്നിട്ട് ഈ ചക്രവർത്തിയുടെ 2 കൈകൾ 2 ഭാഗത്തായി മലർത്തിപ്പിടിച്ച് ലോകത്തോട് എനിക്ക് വിളിച്ചു പറയണം: ഞാൻ ഈ ലോകം വിട്ട് പോകുകയാണ്, ഞാൻ ഇവിടെ വിട്ട് പോകുകയാണ്. എനിക്ക് 30-33 വർഷം മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്റെ ചെറുപ്രായത്തിൽ ഞാൻ എന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ ചികിത്സിച്ചവർക്ക് എന്നെ ജീവനിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എന്റെ പണത്തിന് അത് സാധിച്ചില്ല. ഞാൻ ആരുമല്ല. ഇതോ ഞാനൊന്നുമില്ലാത്തവരായിരുന്നു, ആരുമില്ലാത്തവനായ യാത്ര പോകുന്നുവെന്ന് എന്റെ രാജ്യം അറിയട്ടെ. നീല, ഇത്രയും സമയം ഞങ്ങളിവിടെ വിളിച്ചു പറഞ്ഞത് ഒരു ചക്രവർത്തി ഭൂമിയിൽ ഇരിക്കുമ്പോൾ ചെയ്ത 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തന്റെ അവസാന നാളുകളിൽ ആ രാജാക്കന്മാർ ചെയ്തു കൂട്ടിയ സംഗതികളുമാണ്. എന്നാൽ ഇതിൽ തുടർന്ന് ഞങ്ങളോട് അറിയിക്കാൻ പോകുന്നു: ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന 33 വർഷം ജീവിച്ച് നാടിനുള്ള നന്മകൾ ചെയ്ത് കുരുവിനെ അയച്ചു കൊടുത്ത് മുടങ്ങനെ നടത്തി വെള്ളത്തിന്റെ മുകളിൽ അധികാരമുള്ളവരെ പ്രഖ്യാപിച്ച് കാറ്റിന്റെ ശക്തിയെ പിടിച്ചടക്കി തിരമാലയുടെ കോപത്തെ ചവിട്ടി പിടിച്ച് ഇതോ മരിച്ചവരെ ഉയർപ്പിച്ച് മരിച്ച മറ്റു വ്യക്തിയെ വ്യത്യസ്ത കല്ലറയെ അടക്കം ചെയ്ത വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഒരു ദൈവമുണ്ട്. അവന്റെ പേര് നസ്രനായ യേശു ക്രിസ്തു. ഈ ദൈവത്തെയാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കർത്താവ് താങ്കൾക്ക് വേണ്ടി, താങ്കളുടെ ജീവിതത്തിന് വേണ്ടി സ്വന്തം ജീവൻ തരുവാൻ വന്നതാണ്. ആ നാട് മുഴുവൻ ഞങ്ങൾ ചെയ്ത വ്യക്തി ദൈവമാണ്.
ആളുകൾക്ക് ഭാവക്ഷമ കൊടുക്കുന്നവരാണ്, രോഗികൾക്ക് രോഗസൗഖ്യം കൊടുക്കുന്നവരാണ്. ഇതാ യേശുവിന്റെ യാത്ര ഒരു വീടിനെ ലക്ഷ്യം വെച്ച് എത്തിയപ്പോൾ ആ വീടിൽ വലിയ ജനക്കൂട്ടം വന്നിരിക്കുന്നു. എന്നാൽ ഈ ജനക്കൂട്ടം ആർക്കും അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. ദൂരേക്കൊന്ന് കണ്ണു നീട്ടി നോക്കിയപ്പോൾ ഇതാ 4 വ്യക്തികൾ ഒരു വ്യക്തിയെ ചുമന്നുകൊണ്ട് വരികയില്ല. സുസ്മനോടെ നോക്കിയപ്പോൾ ആ ചുമന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് നടക്കുവാൻ സാധിക്കുന്നില്ല, ഒരടി മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കുന്നില്ല. ചുമക്കുന്നവർ യേശുവിനടുക്കൽ പോകുവാൻ സാധിക്കാതെ പുറത്തു നിൽക്കുകയാണ്. വലിയ ജനം അവരെ ചുറ്റും നിൽക്കുന്നു. യഹൂദന്മാരുടെ കൂട്ടമുണ്ട്, ഫരീസന്മാരുണ്ട്, പ്രമാണികളുണ്ട്, ഉന്നത പുരോഹിതന്മാരുടെ കാവൽ നിൽക്കുകയാണ്. ആരും യേശുവിനെ കാണുവാൻ അകത്തുകൊണ്ടില്ല. ചുമക്കുന്നവർ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ആ വീടിന്റെ മുമ്പ് മേൽക്കൂര പൊളിച്ചു മാറ്റി ഓടെല്ലാം മറുത്തു നീക്കി ഇതാ യേശുവിന് മുമ്പിലേക്ക് നടക്കുവാൻ സാധിക്കാത്ത, എഴുന്നേൽക്കുവാൻ സാധിക്കാത്ത, സംസാരിക്കാൻ കഴിയാത്ത ഒരു ബലഹീന ശരീരം യേശുവിന് മുമ്പിലേക്ക് ഇറങ്ങി വരികയാണ്. യേശു കണ്ടു. യേശുവിന്റെ വിശ്വാസം കണ്ടിട്ട് ബൈബിൾ പറയുന്നു, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, ഈ രോഗിയോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. താങ്കളുടെ പാപം കഴിഞ്ഞു ഒപ്പായതിന് ഹിമം പോലെ വെളുപ്പിക്കുവാൻ, രക്താംബര പോലെ ചുമപ്പായതിനാൽ പഞ്ഞി പോലെ ആക്കി ചേർക്കുവാൻ കഴിവുള്ള യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് പാപമോചനം കൊടുക്കുന്ന അതിശക്തമായ വചനമത്രേ. തുടർന്ന് പാപം ശ്രമിച്ച വ്യക്തിയോട് യേശു പറയുകയാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. രോഗി ചുറ്റും നോക്കി, എങ്ങനെ നടക്കാനാണ്? ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്നെ തടഞ്ഞു നിർത്തിയ പുരോഹിതന്മാർ വാതിൽ കാത്തിരിപ്പുണ്ട്. പുരോഹിതന്മാർ അവിടെ നിൽക്കുന്നു. അവരുടെ മുമ്പിൽ കൂടെ എങ്ങനെ എനിക്ക് കടന്നു പോകാൻ സാധിക്കും? മതത്തിന്റെ ആധിപത്യം ഏറ്റവും അതിന്റെ അർത്തുനിൽ നിൽക്കുന്ന ഭരണത്തിന്റെ ആ മതത്തിന്റെ കെട്ടുറപ്പിൽ നിന്ന് എങ്ങനെ പുറത്തു പോകുമെന്ന് ആലോചിച്ചു നിൽക്കുമ്പോൾ അവന്റെ കിടക്കയുമായി രോഗി അകത്തു നിന്ന് പുറത്തേക്ക് നടക്കുവാൻ തുടങ്ങി. അവന് ചലനം കണ്ടപ്പോൾ പുരോഹിതന്മാർ വഴിമാറി. ഓ മതമേലധ്യക്ഷന്മാർ സൈഡ് മാറി കൊടുത്തു. ഇതാ യേശുവിന്റെ വാക്കിൽ സൗഖ്യം ലഭിച്ചവൻ അടക്കങ്ങളെ ഭേദിച്ചുകൊണ്ട് ആ ജനാവലിയെ നീക്കി നിർത്തിക്കൊണ്ട് സ്വതന്ത്രനായവൻ പുറത്തു വന്നു. മതം നിങ്ങളെ പിടിച്ചു നിർത്തുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട, യേശു ഇവിടെ വന്നിട്ടുണ്ട്. വാതിൽക്കൽ പോലും തടസ്സം നിർത്തിക്കൊണ്ട് അകത്തേക്ക് പുറത്തേക്ക് വിടാതെ നിന്നെ തടഞ്ഞിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ അത് മാറുവാൻ പോവുകയാണ്. തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറുവാൻ പോവുകയാണ്. നന്മ താങ്കൾക്ക് ആവശ്യമെങ്കിൽ വീടിന്റെ അകത്തിരുന്ന് ഈ ശബ്ദം നിങ്ങൾ ശ്രമിക്കുമ്പോൾ നന്മയുടെ വാതിൽ യേശു നിങ്ങൾക്ക് തുറക്കാൻ പോവുകയാണ്. ഈ കർത്താവ് കാലുവരിയെ ലക്ഷ്യം വെച്ച് നടന്നു. ഏകനായി കർത്താവ് ഗോൽഗോഥാമലമുകളിലേക്ക് നടന്നുപോയി. അടുത്തതായി ബൈബിൾ പറയുന്നു, 2 കള്ളന്മാരുടെ മധ്യത്തിൽ യേശു തറക്കപ്പെടുകയാണ്. വീണ്ടും ബൈബിൾ പറയുന്നു, 3 ആളുകളിൽ ഞങ്ങളുടെ ഉയർത്തുന്ന കർത്താവ് തൂങ്ങപ്പെട്ട് നിൽക്കുകയാണ്. ബൈബിൾ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു, അല്ലേ വസ്ത്രം അന്നത്തെ യഹൂദ മതമേലധ്യക്ഷന്മാർ റോമൻ പടയാളികൾ 4 പകർത്തെടുത്തു. വീണ്ടും ബൈബിൾ പറയുന്നു, യേശുവിന്റെ ശരീരത്തിൽ ആഴമേറിയ 5 മുറിവുകളുണ്ടായിരുന്നു. അവിടുത്തെ വിലാപുറത്താണ്. 2 കൈകളിലും മുറിവുകളുണ്ട്, 2 കാലുകളിലും മുറിവുണ്ട്. 5 ആഴമേറിയ മുറിവുകളായി അലറയിൽ തൂങ്ങപ്പെട്ടു. വീണ്ടും ബൈബിൾ വായിക്കുമ്പോൾ വല്ലത്തിന്റെ ആഴത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 6 മണിക്കൂർ സമയം ഞങ്ങളുടെ കർത്താവ് കല്ലറയിൽ തൂങ്ങപ്പെട്ട് കിടന്നു. 6 മണിക്കൂറിൽ 3 മണിക്കൂർ ദൈവം മനുഷ്യരോട് സംസാരിച്ചു. തുടർന്നുള്ള 3 മണിക്കൂർ യേശുവിന്റെ പിതാവുമായി സംഭാഷണത്തിലേക്ക് പ്രവേശിച്ചു. ആ സംഭാഷണം നീങ്ങിപ്പോകുമ്പോൾ ബൈബിൾ അകത്തുക വായിച്ച് മനസ്സിലാക്കിയ 7 കാര്യങ്ങളാണ് യേശുവോട് ഒന്നിച്ചു പറഞ്ഞത്.
ഏഴ് പ്രധാനപ്പെട്ട കാര്യം കുരിശിൽ കിടന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു. അതിൽ പ്രധാനമായ ഒരു വചന ശുദ്ധം ഞാൻ ഈ രസത്തെ അറിയിക്കട്ടെ. അതിങ്ങനെയാണ്: മുകളിൽ നിന്ന് താഴെ നോക്കിയപ്പോൾ കയ്യിൽ അണിയടിച്ചവരോട് നിൽക്കുന്നു, കാലിൽ അണിയടിച്ചവരോട് നിൽക്കുന്നു, തലയിൽ മുൾക്കിരീടം അണിയിച്ചവരോട് നിൽക്കുന്നു, ഒരു കൊണ്ടടിച്ചവർ, വടികൊണ്ടടിച്ചവർ, ആടിയോളങ്ങളിലെ പിടിവ് മാറ്റിയവർ, ഇതിലും മരണശേഷം കുത്തുവാൻ മുന്നിലുള്ള കുന്തവുമായി കത്തു നിൽക്കുന്ന പടയാളികൾ. അവരോട് ആ യേശുവിനെ വിളിച്ചു പറഞ്ഞു, അതിങ്ങനെയാണ്: ഇവർ ചെയ്യുന്നത് ഇവർക്കറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ. താങ്കളോട് ക്ഷമിക്കുന്നത് യേശുവിനെയാണ് ഞങ്ങൾ പ്രിയപ്പെട്ടത്. ജീവിതത്തിൽ താങ്കൾ താമസിക്കുന്നുണ്ട്. സമയം ഞങ്ങളുടെ മുമ്പിൽ അധികരിക്കും. ഞങ്ങൾ ഈ മെസ്സേജിലൂടെ അവസാനത്തെ കുത്തിടുവാൻ പോകും. ക്ഷമിക്കുന്ന യേശുവിനെ വന്നിട്ടുണ്ട്. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞാനൊരു ഭാവിയാണ്. എന്റെ ഭാവങ്ങളെ ക്ഷമിക്കുന്ന യേശുവിനെ ഞാൻ അറിയും. അവരെ യേശുവിലേക്ക് അടുക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ഹൃദയത്തിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ബൈബിൾ പറയുന്നു, ജീവന്റെ പുസ്തകം എന്നൊരു പുസ്തകം വേദപുസ്തകത്തിലുണ്ട്. ആ ബൈബിളിൽ എഴുതപ്പെട്ട ജീവന്റെ പുസ്തകത്തിൽ താങ്കളുടെ പേര് ഞങ്ങളുടെ കർത്താവേ ചേർക്കുകയാണ്. താങ്കൾക്ക് ലൈസൻസിൽ പേരുണ്ടായിരിക്കാം, ഓടിക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ പേരുണ്ടായിരിക്കാം, അടുത്ത പഞ്ചായത്തിൽ, അടുത്ത കോർപ്പറേഷൻ അധികാരികളുടെ മധ്യത്തിൽ എല്ലാം നമ്മുടെ പേരുണ്ടായിരിക്കാം. റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ അരികിട്ടും. പക്ഷേ നിത്യതയിലേക്ക് പോകണമെങ്കിൽ, മരണമില്ലാത്ത നാട്ടിലേക്ക് പോകണമെങ്കിൽ, കണ്ണീരില്ലാത്ത നാട്ടിലേക്ക് പോകണമെങ്കിൽ, അനുഗ്രഹത്തിന്റെ നാട്ടിലേക്ക് പോകണമെങ്കിൽ, അവിടെ പോകണമെങ്കിൽ ബൈബിൾ പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട്. അങ്ങനെ എഴുതുവാൻ അവസരമാണ് ഈ സന്ധ്യയോടുള്ള സമയത്ത് ഇവിടെ നടന്നത്. സൗജന്യമായി താങ്കളെ റിക്രൂട്ട് ചെയ്യുക. സ്വർഗത്തിലെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരുവരെ കുറിച്ചൂടെ വിളിച്ചു പറഞ്ഞു. മഹാനായ അലക്സാണ്ടറായിരുന്നു. അദ്ദേഹം മരണത്തിനിടയായി. രണ്ടാമത്തെ ഒരുവരെ വിളിച്ചു പറഞ്ഞു. അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവാണ്. ഈ കർത്താവ് കുരിശിൽ താങ്കൾക്കും ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ കല്ലറയിലേക്ക് ഞാൻ കർത്താവിനെ കൊണ്ടുവരും. പക്ഷേ 2-3 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ മണിക്കൂറിൽ ഞാൻ കർത്താവ് മരണത്തെ തോൽപ്പിച്ച് വിജയത്തിലേക്ക് പുറത്തേക്ക് പോയി. ഞങ്ങളുടെ ഇത്രയും സമയം കണ്ടക്ഷോഭം ചെയ്ത് ഉയർത്തിയ കർത്താവേ, മരിച്ചവരല്ല, ഈ കർത്താവ് ഞങ്ങളെ ചേർക്കുവാൻ, ഈ യേശുവിനെ അനുകരിക്കുന്നതിനെ കണ്ടുപോകുവാൻ വീണ്ടും ഒരുവൻ പോകുകയാണ്. അത് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ നാട്ടിലേക്ക് പോകുവാൻ ഒരുക്കത്തോടെ കാത്തിരിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. ഈ പറഞ്ഞ പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ദൈവം അനുവദിച്ച സമയത്താണ് ദൈവദർശനപ്പെടാൻ ആരാധനമായി ദേശത്തിന് വേണ്ട വചനങ്ങളിൽ വിളമ്പി കൊടുത്തു കഴിഞ്ഞു. വിനയിക്കപ്പെട്ട വചനങ്ങളെല്ലാം രോഗികൾക്ക് രോഗസൗഖ്യം കൊടുക്കണേ. അനുഗ്രഹസാഗരയും പ്രാർത്ഥനകളുടെ മുഖത്തുമെല്ലാം അങ്ങേ ചേർപ്പിക്കുന്നു. കർത്താവിനെ അപേക്ഷിക്കുമ്പോൾ കൃപതോന്നി പ്രാർത്ഥന കേൾക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.